മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമകളുടെ ഒരു നിർമ്മാതാവായിരുന്നു. നല്ല സിനിമകൾ ചെയ്യാമെന്നായിരുന്നു ബാലേട്ടൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ. നമ്മൾ അമ്പരത്തിപ്പൂവ് എന്ന് പറയുന്ന ഒരു സിനിമ, പഞ്ചവടിപ്പാലം, അത് നല്ല നല്ല സംവിധായകരോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ബാലേട്ടൻ്റെ ഒരു സിനിമയുടെ ലക്ഷ്യം. സിനിമ കുറച്ച് മാറി എന്നറിഞ്ഞപ്പോഴാണ് ബാലേട്ടൻ പതുക്കെ പുറകോട്ട് വലിഞ്ഞത് അതിൽ നിന്ന്. പക്ഷെ ബാലേട്ടൻ, ഗാന്ധിമതി ബാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സൗഹൃദം പണ്ടുകാലം മുതലുള്ള എല്ലാ സിനിമാക്കാർക്കും വളരെ പ്രഷ്യസായ ഒരു സൗഹൃദമാണത്. കാരണം വളരെ നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് സൗഹൃദമുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നതിനും അപ്പുറം ഒരു സഹോദരനെ പോലെ പല വിഷയങ്ങളിലും എന്നും മുഖം കറക്കുമ്പോൾ എൻ്റെ അടുത്ത് അപ്പം ചോദിക്കും, എന്ത് പറ്റി മുഖം വല്ലാതിരിക്കുന്നു, പറ 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 എന്ന്. അപ്പം നമ്മൾ കുറേ നേരം പറയുമ്പോൾ അതിനെല്ലാം നമ്മളെ ആശ്വസിപ്പിക്കുകയും ഒപ്പം എന്നെ സഹായിക്കുക എന്ന് വെച്ചാൽ വല്ലാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോൾ ബാലേട്ടൻ അതിനൊരു മീഡിയേറ്ററായിട്ട് നിന്ന് എന്നെ സഹായിച്ച ഒരു നല്ല മനുഷ്യനാണ്. ഈ അവസാനം വയ്യാതായതിനു ശേഷം എനിക്കറിയില്ലായിരുന്നു വയ്യാതായി എന്നുള്ളത്. ബാലേട്ടന് വയ്യ എന്നൊക്കെ അങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ല. എനിക്ക് വയ്യ, എനിക്ക് അസുഖമാണ്. അപ്പോൾ വല്ലാതെ മെലിഞ്ഞിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ബാലേട്ട, ഡയറ്റാണോ? ഇടയ്ക്കിടയ്ക്ക് ഡയറ്റ് നോക്കും. പറഞ്ഞല്ല, എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ദേ കരയരുത്, ഞാൻ തിരിച്ചു വരും, ഞാൻ നല്ല ശക്തിയായിട്ട് തിരിച്ചു വരും, ഒന്നും വിഷമിക്കേണ്ട, ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ട്, കരയരുത് കേട്ടോ, കരഞ്ഞാൽ പിന്നെ ഞാൻ തളർന്നു പോവില്ലേ. അതിന് ശേഷം കാണുമ്പോഴൊക്കെ നമ്മൾ പഴയതുപോലെ സംസാരിച്ചുകൊണ്ട്. എന്നാലും ഞങ്ങളാരും ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ഞങ്ങളാരും ഇത് പ്രതീക്ഷിച്ചില്ല. ബാലേട്ടൻ്റെ മരണം എന്ന് പറയുന്നത് ഒരുപാട് സങ്കടമുണ്ട്. ബാലേട്ടൻ പത്മരാജന്റെ സിനിമകൾ എന്ന് മാത്രമായിട്ട് ഞാൻ പറയില്ല. കാരണം KG ജോർജ്, വേണുചേട്ടൻ, സൂപ്പർ ഹിറ്റ് കൊമേഴ്ഷ്യൽ സിനിമകളായിട്ടുള്ള ശശികുമാർ സാർ അടക്കമുള്ള ആൾക്കാർക്ക്, ജോഷി സാറ് ഒക്കെ അടക്കമുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു ആർജവമുള്ള. പക്ഷെ ആ ചെയ്ത സിനിമകളെല്ലാം നമ്മൾ ആലോചിക്കേണ്ട കാര്യം വെറുതെ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല. കാരണം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള സിനിമകളിലും ഇതേപോലെ തന്നെ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകൾ ചെയ്ത് പല സിനിമകളും എടുക്കുമ്പോഴും പലരും അറിയാം. കാരണം ചിലപ്പോൾ ചില സിനിമകൾ അത്ര ഫ്ലോപ്പ് ആയിരിക്കാം. അത് നമ്മളിപ്പോ ഈ പറയുന്ന തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ആലോചിച്ചു. തൂവാനത്തുമ്പികൾ ആക്ച്വലി പുള്ളി അല്ല പ്രൊഡ്യൂസ് ചെയ്തത്, വേറെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തത്, പിന്നീട് അത് പുള്ളിയുടെ വാങ്ങുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കും, തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞൊരു സിനിമ അന്നത്തെ കാലത്ത് അത്ര സൂപ്പർ ഹിറ്റ് അല്ല, പക്ഷെ ഇന്നും സംസാരിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ ആ സിനിമയെ കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും കണ്ട് ഈ തണുത്ത വെളുപ്പം കാലത്ത് എന്നുള്ളൊരു സിനിമ ഞാൻ ആ സിനിമ വീണ്ടും ഓർക്കേണ്ടി വന്നു ഈ അടുത്ത കാലത്ത് വേറൊരു സിനിമയെ കണ്ടപ്പോൾ. അപ്പം ഓരോ സിനിമകൾ, പഞ്ചവടിപ്പാലം എന്ന് പറയുന്ന സിനിമ എന്നും എക്കാലത്ത് വലിയ കേരളത്തിലെ ഏതെല്ലാം തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പഞ്ചവടിപ്പാലം. അപ്പം സിനിമകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സിനിമകൾ മുഴുവൻ എങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നും ആ എത്തിക്കുന്നതിനുള്ള ഒരു എഫേർട്ട് എടുക്കുകയും ചെയ്തിട്ടുള്ള ഏറ്റവും 100% ക്രിയേറ്റീവായിട്ടുള്ള ഒരു കലാകാരനാണ് ബാലചേട്ടൻ. അപ്പോൾ ഒരിക്കലും ബാലചേട്ടൻ ചെയ്തിട്ടുള്ള സിനിമകൾ ഇവിടെ ഉണ്ട്, ബാലചേട്ടൻ പറഞ്ഞ വാക്കുകൾ ഇവിടെ ഉണ്ട്, ബാലചേട്ടൻ തന്നിട്ടുള്ള ഒരു തണൽ നമുക്കുണ്ട്. ഞാൻ എപ്പോഴും ബാലചേട്ടനെ കാണും. 34 വർഷത്തിന് മീതിയായി ഞാൻ ബാലചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്നും ഇന്നും ബാലചേട്ടൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ധൈര്യമുണ്ട്. അത് സിനിമ ചെയ്യുമ്പോഴും മതി, എൻ്റെ എഴുത്തിനകത്തും ഒക്കെ ആ രീതിയിലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഓർമ്മയും കാലവും നമുക്ക് തന്നു. ബാലചേട്ടൻ സജീവമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.